ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ ക്ലാസ്സുകൾ എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം. ഇംഗ്ലീഷിലൊരു ബിഗിനേഴ്സ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഇംഗ്ലീഷിൽ പ്രധാന ഒരു ഭാഗമായ നൗണിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നൗൺ എന്ന് പറഞ്ഞാൽ നാമം എന്നാണ്. അതായത് ഒരു പേഴ്സൻ്റെയോ നെയിം ഓഫ് ദ പേഴ്സൺ, പ്ലേസ്, തിങ്സ്, ഫോർ ഐഡിയാസ്. ഒരു ആശയത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ പേരാണ് നമ്മൾ നൗൺ എന്ന് ഉദ്ദേശിക്കുന്നത്. രേഷ്മ എന്നത് ഒരു വ്യക്തിയുടെ പേരാണല്ലേ. കോട്ടയം എന്നത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ബുക്ക് എന്നത് ഒരു വസ്തുവിൻ്റെ പേരാണ് അല്ലേ. അടുത്തത് ഐഡിയാസ് ആണ്, അതായത് ഇമോഷൻസ്. എക്സാമ്പിൾ ഹാപ്പിനെസ്, സന്തോഷം, അതൊരു ആശയമാണ്. ഒറ്റ വേർഡിൽ പറഞ്ഞാൽ ഏതിൻ്റെയും പേരായ ശബ്ദത്തെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വേർബിനെ കുറിച്ചാണ് പറയുന്നത്. വേർബ് എന്ന് പറഞ്ഞാൽ ക്രിയ, പ്രവൃത്തി എന്നാണ്. എക്സാമ്പിൾ റീഡ്, വായിക്കുക, നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണല്ലോ അല്ലേ. ടേക്ക്, എടുക്കുക, പ്ലേ, കളിക്കുക, അങ്ങനെ ഒത്തിരി വേർബുകളുണ്ട്. വേർബുകളെ കുറിച്ച് നമുക്ക് വരും ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇന്നത്തെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. വരും വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.